എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആ വ്യക്തിയെ ഓർത്ത് ഏതെങ്കിലും ഒരു ഫയൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് 4 കാറുകളുടെ ടോയ് കാറുകളുടെ ഫയലാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഇഷ്ടമുള്ളതൊന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നിങ്ങൾക്ക് ഭാഗ്യമുണ്ടോ എന്നറിയാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 4 കാറുകളിൽ ഇഷ്ടമുള്ളൊരു കാർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വീഡിയോ തുറന്ന് കാണുക. നമുക്ക് ആദ്യത്തെ പച്ച നിറത്തിലുള്ള കാറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളെക്കുറിച്ചുള്ള റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ഒരുപാട് ഉണ്ടാകാൻ പോവുകയാണ്. അതായത് നിങ്ങൾ ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു പക്ഷെ തോന്നും, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും സ്നേഹിക്കാനില്ല, എന്നോട് നല്ലത് പറയാൻ ആരുമില്ല, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള വേദനകൾ അറിയാൻ ആരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെയുള്ളൊരു ചിന്ത നിങ്ങൾക്കുണ്ടാവും. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നിങ്ങളെ സ്നേഹിക്കാനായിട്ട് കുറേ ആളുകൾ വരികയാണ്. ഇതുവരെ നിങ്ങളെ സ്നേഹിക്കാൻ ആളില്ലാത്തതിൻ്റെ പേരിലാണ് വിഷമിച്ചതെങ്കിൽ ആ വേദന മാറുകയാണ്. നിങ്ങളെ സ്നേഹിക്കാൻ ആളുണ്ടാകുകയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടാൻ ആളുകൾ വരികയാണ്. നിങ്ങൾ ആഗ്രഹിച്ചവർ നിങ്ങളെ സ്നേഹിക്കും. അതാണ് നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളെ ഇഷ്ടപ്പെടുന്നവർ മുന്നോട്ട് വരുന്നു. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. ഇത്രയും കാലം നിങ്ങളുടെ ശത്രുവായിരുന്ന ആളുകൾ, ഇത്രയും കാലം നിങ്ങളെ മൈൻഡ് ചെയ്യാതിരുന്ന ആളുകൾ, ഇത്രയും കാലം നിങ്ങളെ ശ്രദ്ധിക്കാതിരുന്ന ആളുകൾ, അവർ നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങും. നിങ്ങളെ ആവശ്യത്തിനും അനാവശ്യത്തിനും ചീത്ത വിളിക്കുകയും നിങ്ങളോട് പരിഭവപ്പെടുകയൊക്കെ ചെയ്ത ആളുകൾ നിങ്ങളെ സ്നേഹിക്കാൻ വേണ്ടി, നിങ്ങളെ ഇഷ്ടപ്പെടാൻ വേണ്ടി പുറകെ നടക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾക്ക് ഉള്ള ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമായിട്ട് വരുന്നത് അതാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ആത്മവിശ്വാസം നിങ്ങൾക്ക് നൽകും. കാരണം നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടാൻ ആളില്ല, എല്ലാത്തിനും കുറ്റം പറയുന്നു, എല്ലാത്തിനും നിങ്ങളോട് പിണങ്ങുന്നു എന്നാണ് നിങ്ങൾ കരുതിയത്. പക്ഷേ അത് മാറുകയാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കിനി രണ്ടാമത്തെ ചുവന്ന കാറ് തിരഞ്ഞെടുത്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. നിങ്ങൾക്കൊന്നിനും ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. ജീവിതത്തിൽ റിസ്ക് എടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ശക്തമായിട്ട് ജീവിതത്തിലൊരു വാക്ക് പറയാൻ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടായില്ല. ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നതിന്, ഒരു ജോലി ഉത്തരവാദിത്തത്തോടെ ഏറ്റെടുക്കുന്നതിനൊക്കെ നിങ്ങൾക്ക് ഭയമായിരുന്നു. നിങ്ങളിൽ ധൈര്യപൂർണമായൊരു കാര്യം ഉണ്ടായില്ല. സാഹചര്യങ്ങൾ ഒരുപക്ഷെ അതുപോലെയാകാം, നിങ്ങളെ ഭയപ്പെടുത്തുന്നതാകാം. അത് മാറുകയാണ്. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു ജീവിതം ഉണ്ടാകുന്നു. നിങ്ങൾ ധൈര്യത്തോടെ മുന്നോട്ട് പോയി ജീവിതത്തിൽ വിജയം ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. മറ്റുള്ളവർ അത്ഭുതപ്പെടുമാറ് നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റം ഉണ്ടാകുന്നു. എല്ലാവരും നിങ്ങളെ കളിയാക്കിയിട്ടുണ്ടാവാം. ഒരു മുന്നേറ്റം ഇല്ലാത്ത വ്യക്തി, ജീവിതത്തിലൊന്നും നേടാൻ പറ്റാത്ത വ്യക്തി, എവിടെയും പിന്നോക്കം പോകുന്നൊരു വ്യക്തി. നിങ്ങളൊരു പക്ഷേ ഭയപ്പെട്ടത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഇല്ലാഞ്ഞിട്ടാകാം. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആത്മവിശ്വാസം മാത്രം മതിയായിരുന്നു. ഓരോ കാര്യവും ഉത്തരവാദിത്തത്തോടെ ചെയ്തെടുത്ത് മുന്നോട്ട് പോകാനും ഓരോ സമയത്തും കൃത്യമായ നിലപാടുകളും കൃത്യമായ നയങ്ങളും പറയുവാനുള്ള ധൈര്യം ഉണ്ടായാൽ മതിയായിരുന്നു. അങ്ങനെ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയുമായിരുന്നു. പക്ഷെ അതൊന്നും അന്നൊന്നും ഉണ്ടായി. ഇപ്പോൾ നിങ്ങൾക്ക് ആ ധൈര്യം വരുന്നു. ആരും നിങ്ങളെ എതിർക്കാനില്ല. ഇനി ആ എതിർക്കാൻ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ഭയപ്പെട്ടിരുന്ന ആളുകളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഒന്നുമല്ലാതെ പോകുന്നു. ഒന്നുമല്ലാതെ പോകാൻ കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് ധൈര്യം ഉണ്ടാകുക, നിങ്ങൾക്ക് ശക്തി ഉണ്ടാകുക, നിങ്ങളെ ടാറടിച്ച് കാണിക്കാൻ ശ്രമിച്ചവർ, നിങ്ങളെ ചെറുതാക്കി കാണാൻ ശ്രമിച്ചവർ, നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം ഉണ്ടാകാൻ ആഗ്രഹിച്ചവർ, അവരൊക്കെ നിങ്ങൾക്ക് ഒരു ധൈര്യം കാണുമ്പോൾ അവർ അത്ഭുതപ്പെട്ടു പോകും. അവരുടെ ധൈര്യമെല്ലാം ചോർന്നു പോവുകയും അവരുടെ ഓരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനുള്ള പവർ നഷ്ടപ്പെടുകയും നിങ്ങളത് ഏറ്റെടുത്ത് വിജയിക്കുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലോകം തന്നെ കീഴടക്കാൻ സാധിക്കും. അടുത്തതായിട്ട് മൂന്നാമത്തെ വൈറ്റ് കാറ് സെലക്ട് ചെയ്തവരാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾ ഏറ്റെടുക്കുന്നതൊക്കെ പരാജയപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിവില്ലാതെ, ജീവിതത്തിലൊരു നേട്ടവും ഉണ്ടാക്കാൻ കഴിവില്ലാതെ നിങ്ങൾ അങ്ങനെ നിന്നു. മാത്രമല്ല, നിങ്ങളെക്കുറിച്ച് ഒരുപാട് പേര് വ്യാജമായ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി. മാത്രമല്ല, നിങ്ങളുടെ തന്നെ വഴി തെറ്റുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നി. നിങ്ങൾ കൃത്യമായിട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ ഏതോ ഒരു ദുഷ്ടശക്തി നിങ്ങളുടെ മനസ്സിൽ നിന്ന് തന്നെ ഇരുന്നു കൊണ്ട് നിങ്ങളെ പരാജയപ്പെടുത്താനും നിങ്ങളെ ഇല്ലാതാക്കാനും നിങ്ങൾക്ക് ജീവിതത്തിൽ പരാജയം സംഭവിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അത് ആരാണെന്നും എന്താണെന്നും ഏതാണെന്നും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ആരാണ് നിങ്ങളുടെ ജീവിതത്തിൽ
പ്രതിസന്ധി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് നിങ്ങളുടെ ജീവിതത്തെ തകർക്കാൻ ശ്രമിക്കുന്നത്? ആരാണ് നിങ്ങൾ ഒന്നുമല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? അങ്ങനെയുള്ള ഭയങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു. നിങ്ങൾക്ക് തെറ്റായ ദുസ്വാധീനങ്ങൾ നിങ്ങളിൽ ചിലരുണ്ടാക്കുന്നുണ്ടായിരുന്നു. ആ ദുസ്വാധീനങ്ങളുടെ ഫലമായിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ പലതരത്തിലുള്ള പരാജയങ്ങൾ സംഭവിക്കാൻ കാരണമായി. ശരിയായൊരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ടായി. നിങ്ങൾക്ക് തന്നെ തോന്നി, ഞാൻ തെറ്റായ ഏതോ ഒരു വഴിയിലൂടെ പോകുന്നു, എന്നെ ആരോ ദുഷ്ട സ്വാധീനത്തിൽ ഉപയോഗിക്കുന്നു. മനസ്സിലൊരു തൃപ്തിയും ശാന്തതയും ലഭിച്ചിരുന്നില്ല, മനസ്സിലൊരു സമാധാനം ലഭിച്ചിരുന്നില്ല, മനസ്സിലൊരു സംതൃപ്തി ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ വാക്യം മനസ്സമാധാനമാണ്. ഇതുവരെ നഷ്ടപ്പെട്ട ആ മനസ്സമാധാനം, ഇതുവരെ നിങ്ങൾക്ക് കൈവരാത്ത മനസ്സമാധാനം, അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നും, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ പ്രതിസന്ധികളിൽ നിന്നും നിങ്ങൾ വിജയിക്കാൻ പോകുന്നു. നിങ്ങളെ പരാജയപ്പെടുത്താൻ ആരൊക്കെ ശ്രമിച്ചോ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് രക്ഷപ്പെട്ട് ജീവിക്കാൻ കഴിയും. നമുക്കിനി അവസാനത്തിലെ ആ 4ാമത്തെ കാർഡ് ഫൈലായി തിരഞ്ഞെടുത്ത ഒരു റീഡിങ്ങാണ് പറയുന്നത്. നിങ്ങൾ ശരവേഗത്തിൽ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു. ഒന്നുമില്ല എന്ന് പറഞ്ഞ ആളുകൾ നിങ്ങളെ കളിയാക്കിയിരുന്ന സമയമുണ്ട്. എനിക്ക് മാത്രം ഒന്നും നേടാൻ കഴിഞ്ഞില്ല, എല്ലാത്തിലും നിങ്ങൾ അവസാനമായി പോയി, എവിടെ ചെന്നാലും അവസാനം. ഒരു പരീക്ഷ എഴുതിയാൽ ആ റാങ്ക് ലിസ്റ്റിൽ കയറാൻ കഴിയില്ല, ഒരു കോഴ്സ് വിദ്യാഭ്യാസം നേടാമെന്ന് വെച്ചാൽ അവിടെയും പിന്നോക്കം പോകുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങളുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എല്ലായിടത്തും പരാജയപ്പെട്ടു പോയപ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നി. എനിക്കിനി രക്ഷപ്പെടാനൊരു വഴിയുമില്ലേ, എനിക്കിനി ജീവിതത്തിൽ മുന്നേറാനൊരു സാധ്യതയുമില്ലേ, ഞാനെന്താണ് ഇങ്ങനെ പരാജയപ്പെട്ടു പോകുന്നത്, എൻ്റെ ജീവിതത്തിൽ എന്നാണ് ഇതിനൊരു മുന്നേറ്റം ഉണ്ടാകുക? അങ്ങനെ വിഷമിച്ചിരുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു വലിയ സൗഭാഗ്യം വരാൻ പോകുന്നു. നിങ്ങൾ ജീവിതത്തിൽ വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു. ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നിങ്ങൾക്ക് എത്താനുള്ള സൗഭാഗ്യം ഉണ്ടാകുന്നു. ആർക്കും നിങ്ങളെ അനുകരിക്കാൻ കഴിയാതെ വരുന്നു. കാരണം ഒരുപാട് പേർ മനസ്സിൽ നിങ്ങളോട് വൈരാഗ്യം വെച്ച് പുലർത്തിയിട്ടുണ്ട്. അതൊക്കെ മാറുകയാണ്. ആ വൈരാഗ്യം നിങ്ങളോട് പുലർത്തിയ ആളുകൾക്ക് അവരുടെ നയം മാറ്റേണ്ടി വരുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ നിങ്ങൾ ഇനിയും അവഗണിച്ചാൽ അത് വലിയ മണ്ടത്തരമാകുമെന്ന് കരുതി അവഗണിച്ചവർ മുന്നോട്ട് വരുന്നു. ആർക്കും പരാജയപ്പെടുത്താൻ കഴിയാത്ത, ആർക്കും അവഗണിക്കാൻ കഴിയാത്ത, ആർക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ലെവലിലേക്ക് നിങ്ങളെത്തുന്നു. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങൾ പരാജയപ്പെട്ടവനാണെന്ന് നിങ്ങൾ തന്നെ വിധിയെഴുതിയ ഒരു കാലഘട്ടത്തിൽ നിന്നും ഏറ്റവും ഉന്നതിയിൽ നിങ്ങൾക്ക് എത്താനുള്ള ഒരു സൗഭാഗ്യം ഉണ്ടാകുന്നു. നിങ്ങളോട് വൈരാഗ്യം പുലർത്തിയിരുന്നവരുടെ മനസ്സിൽ നിങ്ങളോട് ഇഷ്ടം തോന്നുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാകുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ വീഡിയോക്ക് പ്രചോദനമാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.